ക്രിമിനലുകൾക്കായി CPM താവളമൊരുക്കുന്നെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VA സുരേഷ്. കാപ്പ കേസ് ഒഴിവാക്കാമെന്ന് ശരൺചന്ദ്രനെ CPM നേതൃത്വം അറിയിക്കുകയായിരുന്നു. BJPക്ക് വേണ്ടി ഒരു കേസിലും ശരൺ പ്രതിയായിട്ടില്ല. ശരൺചന്ദ്രൻ ധാരാളം ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായിട്ടുണ്ടെന്ന് VA സുരേഷ് പറഞ്ഞു. ഇപ്പോൾ കാപ്പ കേസിൽ ഉൾപ്പെട്ട ആളെന്ന രീതിയിൽ അയാളെ ഇപ്പോൾ ആ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് CPM നേതൃത്വം പറഞ്ഞുകൊണ്ടാണ് CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും ആരോഗ്യവകുപ്പ് മന്ത്രിയും അടക്കം അയാളെ പാർട്ടിയിലേക്ക് ചേർത്തിരിക്കുന്നത്. ക്രിമിനലായിട്ടുള്ള ഒരാളിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാർട്ടി ചേർത്തിട്ട് അതിനെ പൂശാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുടക്കത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അത്തരത്തിൽ നമ്മൾ മാറ്റി നിർത്തുകയും നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. അതിനു മാത്രം ശരൺചന്ദ്രന് എന്ത് പ്രത്യേകതയാണ് CPM കണ്ടിട്ടുള്ളത്? ഈ ദിവസമാണ് പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ശരൺചന്ദ്രൻ എന്ന യുവാവിനെ CPMലേക്ക് സ്വാഗതം ചെയ്തത്. ഇതാണ് വലിയ വിവാദമായത്. ഇന്നലെ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേരത്തെ ശരൺചന്ദ്രൻ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. RSSന് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ യുവമോർച്ച പ്രവർത്തകനുമായിരിക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കേസുകൾ ശരൺചന്ദ്രന് ഉണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് നിയമ നടപടികൾ ഉണ്ടായത് എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വിശദീകരിച്ചിരുന്നത്. ഇന്നലെ ഈ ശരൺചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പ്രസ്താവന നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ് ഇതിനെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും ഈ ശരൺചന്ദ്രൻ BJPയുടെയോ യുവമോർച്ചയുടെയോ സജീവ പ്രവർത്തകനായിരുന്നില്ല എന്നാണ് VA സൂരജ് വ്യക്തമാക്കുന്നത്. അത് മാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശരൺചന്ദ്രൻ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നും അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നുവെന്നും BJP ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികരണം പത്തനംതിട്ടയിൽ നിന്ന് വരികയാണ്. പ്രവീൺ പുരുഷോത്തമാണ് വിശദാംശങ്ങൾ നൽകിയത്.